നമ്മളെല്ലാവരും കഴിക്കുന്ന അരിയാഹാരമാണെന്ന് വിചാരിച്ചിട്ട് ന്യായവാദങ്ങൾ ഉണ്ടാക്കൂ. ചില രാഷ്ട്രീയ പാർട്ടികൾ അത് കുറച്ച് വൈകിയാൽ നേട്ടം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ബജറംഗ് ദൾ രാഷ്ട്രീയ പാർട്ടിയാണോ? താങ്കളുടെ ഉന്നം ആളുകൾക്ക് മനസ്സിലായി. അരിയാഹാരത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും അതാ കഴിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ചില രാഷ്ട്രീയ പാർട്ടികൾ എന്നല്ല പറഞ്ഞത്, ചില സംവിധാനങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ചില സംവിധാനങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ താങ്കളോട് പറയാൻ ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ആ കാര്യത്തെ പറയാൻ അനുവദിക്കുന്ന ഒരു മിനിമം മാന്യത ഒരു മാധ്യമധർമ്മമാണല്ലോ. അത് എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. എന്തുകൊണ്ടാണ് താങ്കൾ അതിലേക്ക് കയറി ഇന്റർഫിയർ ചെയ്യുന്നത്? അത് കഴിഞ്ഞ് താങ്കൾ ചോദിച്ചോളൂ, ഞാൻ മറുപടി നൽകാം. അപ്പോൾ വാസ്തവത്തിൽ സഭയുടെ നിലപാടുകൾ വളരെ ക്ലിയർ കട്ടാണ്. സഭ ഏതെങ്കിലും വിധത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നയവ്യത്യാസത്തിലല്ല. ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ ഒരു ഘട്ടത്തിൽ കടന്നു കഴിയുമ്പോൾ അത് ശരിയായ വഴിയാണെന്ന് സഭ പറയും. ഇനി അടുത്തത് അവരുടെ പേരിലുള്ള FIR അതിനെ റദ്ദ് ചെയ്യണം എന്നുള്ളത് സഭയുടെ ആവശ്യമാണ്. അത് റദ്ദ് ചെയ്യാനാണ് നടപടി സ്വീകരിക്കുമ്പോൾ അത് ശരിയായ വഴിയാണെന്ന് പറയും. അതേസമയത്ത് അത് ചെയ്തില്ല എന്നുള്ളത് തെറ്റാണെന്ന് പറയും. അത്തരം വിഷയങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകൾ സഭ സ്വീകരിക്കുമ്പോൾ ഇരട്ടത്താപ്പാണെന്നോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയാണെന്നോ വ്യക്തതയില്ലാത്ത കാര്യമാണോ നിങ്ങൾ ആരോപിക്കുന്നത് ശരിയല്ല. ഞാൻ ആരോപിക്കുകയല്ല. ഇരിങ്ങാലക്കുട ബിഷപ്പ് അത് സഭയുടെ പൊതു നിലപാടല്ല, വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയാണ്. അപ്പോൾ തലശ്ശേരി ബിഷപ്പ് പറയുന്ന കാര്യം ഇരിങ്ങാലക്കുടയിലെ ബിഷപ്പിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് കാണുമ്പോൾ അതല്ലേ വൈരുദ്ധ്യം എന്ന് പറയുന്നത്? അത് നമ്മൾ പറയുന്നതാണോ? ഞാനൊറ്റ കാര്യം റാഷിദിനോട് പറയാം. അതായത് ഒരു ബിഷപ്പല്ല സഭയുടെ കാര്യം തീരുമാനിക്കുന്നത്, മറിച്ച് സഭയുടെ ഔദ്യോഗിക കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ബിഷപ്പ് സ്വന്തം ഒരു തീരുമാനം എടുക്കില്ല. അത് സിനഡിന്റെ മൊത്തം തീരുമാനമാണ്. അത് സഭയുടെ ബിഷപ്പുമാരെല്ലാം ചേർന്നിരുന്ന സഭയുടെ തീരുമാനമാണ്. ആ സഭയുടെ തീരുമാനം വിഷയാധിഷ്ഠിതമായ നിലപാടുകളാണ് എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയത്. ഒരു ഇൻഡിവിജ്വലിലേക്ക് നിങ്ങളത് അട്രിബ്യൂട്ട് ചെയ്യേണ്ട. വിഷയാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ ഈ വിഷയം നിങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ചെറിയ ഡെവലപ്മെന്റ് നടന്നു ഒഴിച്ചു നിർത്തിയാൽ ഈ വിഷയം വിഷയമായി തന്നെ നിൽക്കുകയാണല്ലോ. ഇപ്പോ നിങ്ങളിന്ന് താമരശ്ശേരി രൂപത സംഘടിപ്പിക്കുന്ന തീരുമാനിച്ചിരുന്ന പരിപാടി മാറ്റിവെച്ചെന്തിനാണ്? ഈ മുഴുവൻ വകുപ്പുകളും എടുത്തു കളഞ്ഞവരെ നിരപരാധികളായി പ്രഖ്യാപിച്ച് വിട്ടയക്കണം എന്ന മുദ്രാവാക്യം നടത്തായിരുന്നല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ ദുരുദ്ദേശത്തെ അല്ല ഞാൻ അവിടെ കാണുന്നത്, മറിച്ച് താമരശ്ശേരി രൂപത ഈ പരിപാടി ചേരാൻ ആഗ്രഹിച്ചത് ഈ ജാമ്യം കിട്ടുന്നതിന് മുമ്പാണ്. ജാമ്യം കിട്ടുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ജാമ്യമായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ആ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചുകൊണ്ട് പോകുന്നതിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നതിൽ അർത്ഥമില്ലാന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഗുരുതര വകുപ്പുള്ള കേസ്, ഇത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വേട്ടയാണ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നില്ല. ഈ കേസിനകത്തുള്ള വകുപ്പുകൾ എടുത്തു കളയണം, സർക്കാരിന്റെ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യമില്ല. ജാമ്യം കിട്ടി കഴിഞ്ഞു. ജാമ്യം കിട്ടിയപ്പോൾ കേസ് കഴിഞ്ഞോ? അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, താമരശ്ശേരി രൂപത പിൻവാങ്ങിയിരിക്കുന്നു. അപ്പൊ പൊതുസമൂഹത്തിനും പിൻവാങ്ങാമോ? കോൺഗ്രസുകാർക്ക് പിൻവാങ്ങാമോ? CPMകാർക്ക് പിൻവാങ്ങാമോ? നിങ്ങളെ സഹായിക്കണമെന്നും നിങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും വിചാരിച്ചു വന്ന മുഴുവൻ മനുഷ്യരോടും താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞ എന്താണ്? പിൻവാങ്ങിക്കോ, പരിപാടി കഴിഞ്ഞു എന്നാണോ? ഇനി നിങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യമില്ല, നിങ്ങൾ തന്നെയും പിൻവാങ്ങുകയാണ്. അപ്പൊ നമുക്കൊക്കെയും പിൻവാങ്ങാമോ എന്നാ എന്റെ ചോദ്യം. ഇതൊക്കെ താങ്കളുടെ വ്യാഖ്യാനത്തെ താമരശ്ശേരി രൂപതയുടെ തീരുമാനമായി കൊണ്ടുവരുന്നത് ശരിയല്ല. അടിസ്ഥാനപരമായിട്ട് ബിഷപ്പ് പറയുന്നുണ്ട്. താങ്കൾ എവിടെയാണ് ബിഷപ്പ് പറഞ്ഞത്? താമരശ്ശേരി രൂപതയ്ക്ക് ഇനി സമരം വേണമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതാണ്, നിങ്ങളെ പിന്തുണയ്ക്കണമെന്ന് വിചാരിക്കുന്ന സെക്യുലർ സൊസൈറ്റി, രാഷ്ട്രീയ പാർട്ടികൾ, അവരോടൊക്കെയും നിങ്ങളുടെ താമരശ്ശേരി രൂപത പറയുന്നത് പിൻവാങ്ങിക്കോ, ഞങ്ങൾ നിർത്തുകയാണ് പരിപാടി എന്നാണോ? റാഷിദെ, ജാമ്യത്തിന് വേണ്ടിയുള്ള സമരം ജാമ്യം കിട്ടുമ്പോൾ പിൻവാങ്ങണോ വേണ്ടയോ? ജാമ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ ആഗ്രഹിച്ചാൽ ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ പിൻവാങ്ങണോ വേണ്ടയോ? ആദ്യം അതിന് മറുപടി പറയുക. അതേസമയത്ത് FIR റദ്ദ് ചെയ്യാൻ വേണ്ടിയുള്ള സമരങ്ങൾ അത് റദ്ദ് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. ഛത്തീസ്ഗഡിൽ തന്നെ 11 മാസക്കാലം 5 വൈദികർ ആ തരത്തിൽ തടവറയിലായിരുന്നല്ലോ. ഇത് 9 ദിവസത്തിനുള്ളിൽ അവർക്ക് ജാമ്യം ലഭിച്ചല്ലോ. ആ 9 ദിവസത്തിനുള്ളിൽ ജാമ്യം ലഭിച്ച ഒരു കാര്യം മോശമാണെന്ന് നിങ്ങൾ ചിത്രീകരിക്കരുത്. അതുകൊണ്ട് അവിടെ പ്രശ്നം തീർന്നുവെന്നല്ല, ആ പ്രശ്നങ്ങൾ തുടരുകയും തുടരുന്ന പ്രശ്നങ്ങൾ വ്യക്തിയാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. ആ സമരം തുടരാമായിരുന്നു. നിങ്ങൾ ബേസിക് പ്രശ്നം, മൗലികമായ പ്രശ്നം, ഗുരുതരമായ പ്രശ്നം എന്ന് താങ്കൾ മനസ്സിലാക്കാത്ത സമരം ഈ വിഷയത്തിന്മേൽ സമരമാകാലോ? ജാമ്യം കിട്ടിയെന്ന് ന്യായം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ പിന്തുണച്ചിരുന്ന ആൾക്കാർക്കല്ല ഇപ്പൊ പിൻവാങ്ങാമോ ചോദിക്കാം. ഇനിയും സമയമുണ്ട് റാഷിദെ. അല്ല, ഞാൻ ചോദിക്കുന്നത് കോഴിക്കോട് നടന്നല്ലോ സമരം. കോഴിക്കോട് നടന്നല്ലോ സമരം. ഒരു വിഷയം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് തീരുക. കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയത്തില് നമ്മൾ ഉടനെ സമരം ചെയ്തു പോയിട്ട് എന്താ കാര്യം? രാജ്ഭവൻ മാർച്ച് എന്തിനാണ് നടത്തിയത്?